എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മനോഹരമായ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ ദമാമിൽ നിന്ന് റിയാദിലേക്കുള്ള ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ വിവരണമാണ് ഞാനിന്ന് നിങ്ങൾക്ക് നൽകുന്നത്. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്ന ആ മനോഹരമായ ദൃശ്യം പകർത്തിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. വെളുപ്പിന് ഏകദേശം 6 മണിയായപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. മനോഹരമായ വഴിയിലൂടെ മുൻപിലേക്ക് പോകുമ്പോൾ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന മനോഹരമായ ബിൽഡിങ്ങുകൾ ഞങ്ങളെ കടന്ന് ഓരോന്നായി പുറകോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അല്പദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ പരന്നു കിടക്കുന്ന മരുഭൂമിയിലേക്ക് ഞങ്ങളുടെ വാഹനം കയറി. വളരെ സൂം ചെയ്ത് നോക്കിയപ്പോൾ മരുഭൂമിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളെയും അതിനെ മേയിക്കുന്ന ആൾക്കാരെയും കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മുമ്പിലേക്ക് വീണ്ടും പ്രതീക്ഷയോടുകൂടി റിയാദിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാത്രയിൽ ഞങ്ങൾക്കെതിരായി വരുന്ന വലിയ വലിയ ലോറികളെയും അതിൽ നിന്ന് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതുമൊക്കെ കണ്ട് മുമ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തന്നെ ഓർത്തു എന്തുമാത്രം മാറ്റങ്ങളാണ് റിയാദിലേക്ക് ഉള്ള യാത്രയിൽ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടല്ല റിയാദിലേക്ക് യാത്ര ചെയ്യുന്നത്, സ്ഥിരമായി ഞാൻ പോകാറുള്ളതാണ്. ഇങ്ങനെയുള്ള പോക്കുകളിൽ ഇതുപോലെ ഭാരമുള്ള ലോറികൾ വലിയ വലിയ പൈപ്പുകളും വലിയ വലിയ സാധനങ്ങളും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എത്ര മണിക്കൂറുകൾ കൊണ്ടായിരിക്കും ഇവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതെന്ന്. അത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ എപ്പോഴും ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കാറുമുണ്ട്. റിയാദിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ദൃഷ്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ടാങ്കിൻ്റെ കൂട്ടമാണ്. ഇത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊരു ടാങ്കാണോ ഇതൊരു ബിൽഡിംഗ് ആണോ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ റിയാദിലെത്തി. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ പോയത് അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്കാണ്. വളരെ മനോഹരവും ഒരു എയർപോർട്ടിന് തുല്യവുമായ ആ മെട്രോ സ്റ്റേഷൻ കടന്ന് ആ മെട്രോയിലേക്കുള്ള യാത്ര പോകുമ്പോൾ ഞാൻ വളരെയേറെ അത്ഭുതപ്പെട്ടു. വിഷൻ 30 എന്ന് പറയുന്ന ആ പ്രൊജക്റ്റ് റിയാദ് നഗരത്തെ എത്രത്തോളം മാറ്റിയിരിക്കുന്നു എന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആ യാത്രയിൽ തന്നെ ഞങ്ങൾ പിന്നെ അടുത്ത ലക്ഷ്യസ്ഥാനം ഇട്ടത് നാഷണൽ മ്യൂസിയം എന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതും സൗദിയുടെ പൗരാണികത വിളിച്ചറിയിക്കുന്നതുമായ ആ സ്ഥലത്തേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ അധികം താമസിക്കാതെ തന്നെ നാഷണൽ മ്യൂസിയത്തിൽ എത്തി. നാഷണൽ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോഴാണ് പഴയ കാലത്ത് എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന നാണയങ്ങൾ, അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവിടെയുള്ള മൃഗങ്ങളുടെ സ്റ്റെഫുകൾ, അതോടൊപ്പം തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വേട്ടയാടി പിടിക്കുവാനുണ്ടായിരുന്ന ആയുധങ്ങൾ, ശിലായുഗങ്ങൾ തുടങ്ങിയ അന്നത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ എല്ലാം അവിടെ വെച്ചിരുന്നു. അവിടെ നിന്നും വീണ്ടും വിട്ടു ഞങ്ങൾ എയർഫോഴ്സിൻ്റെ മ്യൂസിയത്തിലേക്ക്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എയർഫോഴ്സിൻ്റെ മ്യൂസിയം. കാരണം ആദ്യകാലത്തുള്ള വിമാനം മുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വരെ, അതുമാത്രമല്ല എയർഫോഴ്സ് ഉപയോഗിക്കുന്ന അത്യാധുനികമായ വിമാനത്തിൻ്റെ ഭാഗങ്ങളും അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളും അവരുപയോഗിക്കുന്ന ഗ്രനേഡുകളും മിസൈലുകളും എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂര്യൻ ചക്രവാള സീമയിലേക്ക് ഒളിച്ചു. അവിടെ നിന്ന് പിന്നെ പോയത് അവിടെ പുതുതായി സൃഷ്ടിച്ചിരിക്കുന്ന ആ മനോഹരമായ സിറ്റിയിലേക്കാണ്, ബൊളീവിയ സിറ്റി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്താൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു പാരീസ് നഗരത്തിലാണോ അതോ യൂറോപ്യൻ നഗരത്തിലാണോ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമുണ്ടായി. അത്രത്തോളം മനോഹരമായ ഒരു സിറ്റി ആയിരുന്നു ഞങ്ങൾ കടന്നു ചെയ്യുന്നത്. അതിലെല്ലാം ഒന്ന് കണ്ടും കേട്ടും ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് രാത്രിയിൽ ഏകദേശം 12 മണിയായപ്പോൾ തിരിച്ച് ദമാമിലേക്ക് ഉള്ള മടക്കയാത്ര. അപ്പോൾ വീക്കെൻഡായ ഒരു ദിവസം അടിച്ചു പൊളിക്കുവാൻ കിട്ടിയ ആ വലിയ മനോഹരമായ അവസരവും ആ അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം കോട്ടയം കണ്ണച്ചായൻ ഫ്രം സൗദി. താങ്ക് യു.